അപ്പോൾ നമ്മുടെ ട്രിപ്പിന്റെ ഡേ 2 ആണ് ഗൈസ്. ഇന്ന് മീമി ചത്ത് കിടക്കുന്നുണ്ടോ? അങ്ങനെ ഗൈസ് ഇന്നലെ രാത്രി നമുക്ക് ഏതാണ്ട് 2 മണി ആയപ്പോഴാണ് റൂം കിട്ടിയത്. റൂം കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ എല്ലാവരും മാറി കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 7 മണി 8 മണിയായപ്പോൾ എല്ലാവരും എണ്ണീറ്റ് റെഡിയായി. നമ്മൾ ആദ്യം പോയത് മഞ്ഞക്കുളം പള്ളിയിലോട്ടാണ്. അവിടുന്ന് സിയാർത്ത് കഴിഞ്ഞ് നേരെ പോയത് പാലക്കാടിന്റെ ഹൈലൈറ്റ് ആയ മലമ്പുഴ ഡാമിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് മലമ്പുഴ യക്ഷയാണെങ്കിലും എന്റെ കണ്ണാദ്യമേ പോയത് നമ്മുടെ സ്വന്തം റോപ്വേയിലോട്ടാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതിലൊന്നും കേറാത്ത എന്റെ മീമി ഇന്ന് ആദ്യമായിട്ട് റോപ്വേയിൽ കേറാൻ സമ്മതിച്ചു. അതിന്റെ പേടിയാണ് ആ പുറകെ നിൽക്കുന്ന മീമിയുടെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ഇത് കേറാനുള്ള പണി ഒപ്പിച്ചത് വേറെ ആരുമല്ല, ഞാനും ആലിയും സാലാമാംച്ചിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു. ആദ്യത്തെ ബോഗിയിൽ ഷെബാംച്ചിയെ ഷാഫിയെ പറഞ്ഞു വിട്ട് രണ്ടാമത്തെ ബോഗിയിൽ ഞാനും ആലിയും കയറി. ഒരു ധൈര്യമുള്ള ആള് കൂടെ മതിയടി. ആവശ്യമില്ലാതെ ആലിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോ കേട്ടത്. നല്ല പുയ മലമ്പുയ, നമ്മുടെ പുയ മലമ്പുയ. നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ മൊത്തത്തിലുള്ള ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് ചെബാച്ചി ഒറ്റയ്ക്ക് ഒരു ബോഗിയിലാണ് കയറിയത്. അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പാലക്കാട് ചുരം കയറാൻ പോകും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേക്കുന്നത് കൊണ്ടാണ് വണ്ടിയിലെ സൗണ്ട് ഒന്നും കൊടുക്കുക. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നല്ല രസമാണ് ഈ മരങ്ങളും കാടുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക. എല്ലാവർക്കും വരാറുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ചുരം കയറുമ്പോഴോ ഇല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള സ്ഥലത്തോട്ടോ പോകുമ്പോ ചെവി അടയുന്നത്. ഇത് പുത്തരിയായ കാര്യമല്ലെങ്കിലും അടയുമ്പോ ചെറിയൊരു പേടിയൊക്കെ വരാറുണ്ട് ഗൈസ്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ വേറെ കുറെ കാഴ്ചകൾ കണ്ടു. വേറൊന്നുമല്ല, കാട്ടുപോത്തിനെ കണ്ടു, കുരങ്ങനെ കണ്ടു. വണ്ടിയിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരിയ്ക്കുന്നതുകൊണ്ട് ആർക്കും അത് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഗൈസ്. നമ്മൾ പാലക്കാട് എന്നൊരു സ്ഥലം ഈ ചൂടത്തും ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇളയപ്പനാണ് ഗൈസ്. അതായത് ഒരു 2-3 വർഷത്തിന് മുമ്പേ നമ്മുടെ എളാപ്പ വർക്ക് ചെയ്ത സ്ഥലമാണ് പാലക്കാട്. എളാപ്പ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയം തൊട്ടേ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് പാലക്കാട് വന്ന് കറങ്ങണമെന്ന്. വർഷങ്ങളായിട്ട് പാലക്കാട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ചൂട് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടും. ഫൈനലി 2026 ഏപ്രിൽ 10 നമ്മളത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ പാലക്കാട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 2ാമത്തെ ദിവസമാണ് ഗൈസ്. നോർമലി നമ്മൾ കയറിയിട്ടുള്ള ചുരം വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി വലിയ ഹെർപ്പിനോ കാര്യമോ ഒന്നും ഇതിനകത്തില്ല. സാധാരണ നമ്മൾ എവിടെ പോയാലും ചുരം കയറുന്നത് രാത്രി ആയിരിക്കും, കാരണം ഓട്ടം കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളൊരു വൈകുന്നേരമാണ് ചുരം. അതുകൊണ്ട് തന്നെ പാലക്കാടിന്റെ നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള പക്കാ വ്യൂ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. പാലക്കാടോട്ട് വരണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒത്തിരി ചൂടാണ് എക്സ്പെക്ട് ചെയ്തത്. നമ്മുടെ നാട്ടിലൊക്കെ 34 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന സമയത്ത് പാലക്കാട് 38ഉം 39ഉം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് ഗൈസ്, പാലക്കാടിന്റെ സിറ്റിയിലാണ് നമുക്ക് അത്രയും ചൂട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഉൾക്കാട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂടെന്ന സാധനമേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഈ ചുരമൊക്കെ കയറുന്ന സമയത്ത് ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തേ ഇല്ല. എനിക്ക് പൊതുവേ തോന്നിയത് നമ്മുടെ നാട്ടിലെ കാട്ടിയും ചൂട് കുറവായിട്ടാണ് ഈ ഉള്ളിലോട്ടൊക്കെ വന്നപ്പോൾ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തെത്തി. ആര് പറഞ്ഞു? അതെ, ഒന്ന് പിടിച്ച് നമുക്ക് തമ്പനയിലാക്കാം. എടാ ഞാൻ മാറ്റി പറിക്കാം, മാമിച്ച ഒന്നുകൂടി. ഓക്കെ ഗൈസ്, ഇവിടെ ഗ്രില്ലടിക്കാനുള്ള പ്ലാനാണ്. ആദ്യ രാത്രി കുറേ നക്ഷത്രങ്ങൾ നിപ്പുണ്ട് ഗൈസ്, കണ്ടു. കണ്ടോ ഗൈസ്, ചിക്കൻ കഴിയുന്നു മാമിച്ചി. ഹലോ എളാപ്പാണ്ടിയും. ഇപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് ഗൈസ്. നമ്മളിപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു റൂമും പോട്ടെ, ഒരു വീടാണ് നമ്മൾ താമസിക്കാത്തേക്ക്. ഇന്നലെ നമുക്ക് ഏതാണ്ട് 2 o'clock ആയി റൂം കിട്ടിയപ്പോൾ അതുപോലെ നമ്മൾ വലഞ്ഞു. ദിസ് ഈസ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് മാള്. കുറച്ച് നേരം കൊണ്ട് അവൾ എത്തി നിൽക്കുന്നുണ്ട്, അതാണ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാളും നമ്മുടെ 2ാമത്തെ ദിവസമായിരുന്നല്ലേ.
അതെ, ഇപ്പൊ നമ്മള് പാലക്കാട് ആനക്കട്ടിയിലാണുള്ളത്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നെന്ന് പറയുന്നുണ്ട്. 8 മണിയായപ്പോ എല്ലാരും അകത്ത് കയറ്റിട്ട് പറഞ്ഞു ആന ഇറങ്ങുന്നു പറഞ്ഞ. മാസനോടി വഴി പോവാൻ പറ്റത്തില്ല, അത് ഒത്തിരി കറക്കവാ, പറ്റിക്കല്ലേ. അപ്പോൾ നാളെ നമ്മൾ ഊട്ടിയിലോട്ട്, നാളെ നൈറ്റ് നമ്മൾ ഊട്ടിയിലോട്ട് വിടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതെ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അതാണ് എൻ്റെ പുന്നാര ആങ്ങള ഷഹബാസ്. അവനവിടെ മാമിച്ചായിട്ട് ഇറച്ചി കഴിക്കുന്നു. നമ്മുടെ കൂടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതാണ് ആര്? പട്ടി. അതെവിടെ ഒരു സെക്യൂരിറ്റി? ഞാൻ വിചാരിച്ചു ആരാ സെക്യൂരിറ്റി? ഇത് പട്ടിക്കുട്ടിയാണ് കേസ് കൊടുത്ത സെക്യൂരിറ്റി. നമുക്ക് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനും മാളുവും കൂടി ഈ വീടിന്റെ പിന്നാമ്പുറത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിന്റെ ഗേറ്റ്. കുറച്ചൊരു കുത്തനെ പോലൊരു ഗേറ്റാ. അതാണ് നമ്മുടെ വണ്ടിയിലെ മാമ. ഹലോ മാമ. ഹായ്. ഇതാണ് നമ്മുടെ കുഞ്ഞുള്ളു. ഉണ്ട് ഉള്ളി പൊലിക്കുന്ന നോക്കിയിരിക്കുകയാണ്. നോക്കിയിരുന്ന് സൂപ്പർവൈസ് ചെയ്ത പണിയാണ് ഇവിടെ. അതെ, ഇത് നമ്മുടെ പുന്നാരശനാണ്. ഉള്ളി ജോലി ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് മറ്റും ഉള്ളി പൊളിക്കുകയാണ്. കണ്ടു, ഇതാണ് നമ്മുടെ പാട്ടുകാരൻ ക്ഷമ മാമിച്ചി. ഇത് നമ്മുടെ ശിവാമി ഫോൺ കണ്ടോണ്ടിരിക്കുന്ന റൈസാണ്. ഇതാണ് നമ്മുടെ ഇളാമ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. ഹായ്. ഇനി താണ്ട് പുറത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് സാലാമാമിച്ചി എന്റെ ടീമാണ്. കൂട്ടിയിട്ട് കത്തിക്കോടെ ഗൈസ്. അവിടെ ഷാഫി ഒന്ന് കൈമൊക്കെ കാണിക്കും. ഇതിനകത്ത് കാണാൻ വയ്യ, സ്മോക്കാ. സലാമിച്ചി, ഇത് നമ്മുടെ സലാമിച്ചി. നോക്കൂ, ഹായ് കാണിക്കൂ. ഹായ്. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാൻ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ആലി ആലിയെ അതൊരു പണി എടുക്കത്തില്ല, ഇങ്ങനെ അനങ്ങാപ്പാറ. മഞ്ഞുണ്ടോ ഗൈസ്? ഇനി നമുക്ക് അകത്തോട്ട് പോവാം. പിള്ളേരെ അടക്കിയിരുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ അഞ്ചു കുഞ്ഞു. ഹലോ. നമുക്ക് കിട്ടിയിരിക്കുന്ന കിച്ചൺ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വി ആർ സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ടാറ്റാ.